നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി വിലയിരുത്താൻ ചേർന്ന CPM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾ തള്ളിക്കളഞ്ഞെന്നും പാർട്ടി സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പാണ് കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനെതിരെയും യോഗത്തിൽ ശക്തമായ വിയോജിപ്പുണ്ടായി. അസാധാരണമായ വിമർശനങ്ങളാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് നേതാക്കളുടെ ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്നാണ് വിമർശനം. വീട്ടിൽ പോയി ചോദിക്ക്, ഡാഷ് മോനെ തുടങ്ങിയ പ്രയോഗങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കി. ഒരു വിഭാഗത്തിന് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയ മറുവിഭാഗത്തിന്റെ വികാരം മുൻകൂട്ടി മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാതെ പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കണമായിരുന്നു എന്ന നിലപാടാണ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. പിണറായി നയിച്ചതാണ് കനത്ത തോൽവിക്ക് കാരണം. MV ഗോവിന്ദന്റെ ഭാര്യയെ വീണ്ടും മത്സരിപ്പിച്ചത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകിയെന്നും വിമർശനമുയർന്നു. പേരാമ്പ്ര പോലുള്ള ഇടതുകോട്ടകളിൽ UDF മുന്നിലെത്തിയത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ആറന്മുളയിൽ വീണ ജോർജിനെ തോൽപ്പിച്ചത് അവരുടെ പെരുമാറ്റമാണെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം. പ്രവർത്തകർ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ശൈലിയാണ് അവരുടേത്. വീണ ജോർജ് അനാവശ്യ വിവാദങ്ങളിൽ സ്വയം തലവെച്ചതായും യോഗം കുറ്റപ്പെടുത്തി. പേരാവൂരിൽ മത്സരിക്കേണ്ടിയിരുന്നത് ധീരനായ പിണറായി വിജയനായിരുന്നുവെന്നും KK ശൈലജയെ അനാവശ്യമായി കുരുതി കൊടുത്തതാണെന്നും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. എന്നാൽ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ സജി ചെറിയാൻ തള്ളി. തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും പരിശോധന ഉണ്ടാവും. ഞങ്ങൾ പരിശോധിക്കുന്നത് ആരെയെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ആരുടെയെങ്കിലും മേൽ കെട്ടിവെക്കാനുള്ള ചർച്ചയല്ല. പറയാൻ പാടില്ലാത്തൊരു വാർത്ത ഇന്നലെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തെ എടുത്തു തെറ്റായിപ്പോയി. അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. കേരളത്തിൽ CPIM-ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ജില്ലാ യോഗങ്ങളിൽ വിമർശനം സ്വാഭാവികമാണെന്നും ഈ വിമർശനങ്ങളെ പോസിറ്റീവായി കാണുന്നുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. വിമർശനങ്ങൾ ഉണ്ടാവും, അതെല്ലാം വിശദമായിട്ട് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ നടക്കുന്നത്. അതിലും അത്ഭുതമുള്ള പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചതേ മോളിൽ നിന്ന് ആരും കെട്ടിയിറക്കിയതല്ല. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.